നമ്മൾ വീഡിയോസും കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാലുള്ള സെക്കൻഡ് സ്റ്റെപ്പാണ് എഡിറ്റിംഗ് എന്ന് പറയുന്നത്. എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്തു വന്നാൽ മാത്രമേ ഒരു വീഡിയോ പെർഫെക്റ്റ് ആയെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതിപ്പോൾ യൂട്യൂബിലേക്കുള്ളാവട്ടെ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പ്ലാറ്റ്ഫോമിലേക്കുള്ളാവട്ടെ, അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള പല കാര്യങ്ങളും, മാരേജ് ഉണ്ടാവും, ഫംഗ്ഷൻസ് ഉണ്ടാവും, അങ്ങനെയുള്ള എന്ത് തരത്തിൽ, അല്ലെങ്കിൽ ട്രാവൽ പോകുന്നത്, ഫാമിലിയുമായിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനെ ഏത് തരത്തിലുള്ള വീഡിയോസും കാര്യങ്ങളും ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാലും എഡിറ്റിംഗ് ഒക്കെ ചെയ്യുമ്പോഴാണ് അതിനൊരു പ്രൊഫഷണൽ ലുക്ക് വരുന്നത്, അല്ലെങ്കിൽ ആ ഒരു വേറെ ലെവലിലേക്ക് നമ്മുടെ വീഡിയോ മാറുന്നത്. പൊതുവെ നമ്മുടെ എല്ലാവരുടെയും വിചാരം കമ്പ്യൂട്ടറിൽ ചെയ്ത് കഴിഞ്ഞാലാണ് അത്രയും പെർഫെക്റ്റ് ആയിട്ട്, അല്ലെങ്കിൽ ഒരുപാട് എഫക്റ്റുകളും ആനിമേഷൻസും ടെക്സ്റ്റും അതുപോലുള്ള കാര്യങ്ങളും മ്യൂസിക്കും ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കൊടുക്കാൻ പറ്റും എന്നുള്ളത്. എന്നാൽ നമ്മുടെയൊക്കെ കയ്യിലുള്ള ഈ ഒരു മൊബൈൽ ഫോൺ യൂസ് ചെയ്തുകൊണ്ട് ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും, ടെക്സ്റ്റ് ആണെങ്കിലും ആനിമേഷൻസ് ആണെങ്കിലും കളർ ഗ്രേഡ് ആണെങ്കിലും എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ഈ കയ്യിലുള്ള മൊബൈൽ ഫോൺ യൂസ് ചെയ്തുകൊണ്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. Hello everyone, this is Fawaz, you're watching ADOPIX. അപ്പോൾ ഓൾറെഡി നമ്മുടെ ചാനൽ കാണുന്നവർക്കൊക്കെ പരിചയമുള്ള ഒരു സോഫ്റ്റ്വെയർ തന്നെയാണ് ഫിൽമോറ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫിൽമോറയുടെ നമ്മുടെ കമ്പ്യൂട്ടർ വേർഷൻ്റെ ഒരുപാട് ട്യൂട്ടോറിയൽസും പാർട്ട് 1ഉം പാർട്ട് 2ഉം പാർട്ട് 3ഉം പാർട്ട് 4 ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. കണ്ടിട്ടില്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ മൊബൈൽ ഫോൺ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ യൂട്യൂബ് വീഡിയോ അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള വീഡിയോസും നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ഓപ്ഷൻസ് ഉള്ള FilmoraGo എന്ന് പറയുന്ന ആപ്ലിക്കേഷനാണ്. ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. FilmoraGoയിൽ നമുക്കിപ്പോൾ ഒരുപാട് പുതിയ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. മുന്നേ യൂസ് ചെയ്തവരാണെങ്കിൽ അത്ര ഫെസിലിറ്റി കാര്യങ്ങളൊന്നും അതിൽ കണ്ടിട്ടുണ്ടാവില്ല. പക്ഷേ ഇപ്പം അപ്ഡേറ്റ് ആയിട്ട് ഒരുപാട് ഫെസിലിറ്റികൾ അതിൽ വന്നിട്ടുണ്ട്. ടെക്സ്റ്റ്, ആനിമേഷൻസ്, എഫക്റ്റുകൾ, കളർ ഗ്രേഡ്, അങ്ങനെ നമുക്കൊരു PC-യിൽ യൂസ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ മൊബൈൽ ഫോൺ വെച്ചിട്ട് ചെയ്യാൻ സാധിക്കും. ഒരു യൂട്യൂബറൊക്കെ ആണെന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ട് നിങ്ങളുടെ വീഡിയോ മൊബൈൽ ഫോണിൽ ഷൂട്ട് ചെയ്യുക, നേരെ മൊബൈൽ ഫോണിൽ തന്നെ എഡിറ്റ് ചെയ്യാൻ സാധിക്കും. ഒരുപാട് പേര് മൊബൈൽ ഫോണിൽ ഷൂട്ട് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ഇതിനായിട്ട് നിങ്ങൾക്ക് വേറൊരു PC-യോ കാര്യങ്ങളൊന്നും കണ്ടെത്തേണ്ടതില്ല. ഒരു ബേസിക് ആയിട്ടുള്ള ഏകദേശം എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഈ ഒരു FilmoraGoയിലൂടെ ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതെങ്ങനെ ചെയ്യാമെന്നുള്ളത് നോക്കാം. ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നേരെ അതിൽ ക്ലിക്ക് ചെയ്യുക, നിങ്ങൾ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക. പ്ലേ സ്റ്റോറിൽ കയറിയതിന് ശേഷം FilmoraGo എന്ന് സെർച്ച് ചെയ്യുക. നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് അവൈലബിൾ ആണ്. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. നിങ്ങൾ ഈ ആപ്പ് യൂസ് ചെയ്തും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം വേണമെങ്കിൽ നിങ്ങൾക്ക് റൈറ്റിംഗ് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ റൈറ്റിങ്ങും അതുപോലെ തന്നെ എന്താണ് റിവ്യൂസ് കാര്യങ്ങൾ, അതിൻ്റെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ ആഡ് ചെയ്യാവുന്നതാണ്. നേരെ നിങ്ങൾ സാധാരണ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്ന പോലെ തന്നെ ഇൻസ്റ്റാൾ ചെയ്യുക, എന്നിട്ട് ഓപ്പൺ ചെയ്യുക, എന്നിട്ട് കണ്ടിന്യൂ എന്ന് കൊടുക്കുക. ഫസ്റ്റ് തന്നെ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഇൻ്റർഫേസും കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ താഴെയായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരു ക്യാമറയുടെ ഐക്കൺ ഉണ്ട്. അതായത് നമുക്ക് അപ്പം തന്നെ വേണമെങ്കിൽ ഷൂട്ട് ചെയ്തിട്ട് ഇതിലേക്ക് എഡിറ്റ് ചെയ്യാനാണ്. പിന്നെ ന്യൂ പ്രൊജക്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. നമ്മുടെ ഗാലറിയിലുള്ള ഫയൽസും കാര്യങ്ങളൊക്കെ നമുക്ക് എഡിറ്റ് ചെയ്യാനാണ്. പിന്നെ സ്റ്റോർ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. സ്റ്റോറിൽ നമുക്ക് ഫിൽമോറയുടെ പ്രീ സെറ്റുകൾ, അതുപോലെ തന്നെ അങ്ങനെയുള്ള ഒരുപാട് ഓപ്ഷൻസുകൾ, നമുക്ക് ടെംപ്ലേറ്റ്സ്, ടൈറ്റിൽസ്, പിന്നെ ഇമോജീസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവർ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നു. അപ്പോൾ നിങ്ങളുടെ വീഡിയോ എഡിറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, ഒന്നെങ്കിൽ നിങ്ങൾക്ക് ക്യാമറയിൽ അപ്പോൾ തന്നെ ഷൂട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ എഡിറ്റ് ചെയ്യാം. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ന്യൂ പ്രൊജക്റ്റ് എന്നുള്ള ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് ഏത് വീഡിയോ ആണോ വേണ്ടത് അത് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. എത്ര വീഡിയോസ് വേണമെങ്കിലും വൺ ടൈം തന്നെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ എത്ര വീഡിയോസ് വേണോ അത് നിങ്ങൾ ആഡ് ചെയ്യുക. ഇനി ഫോട്ടോസ് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ വേറെ എന്തെങ്കിലും കളേഴ്സോ അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട്സോ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യണമെങ്കിൽ ഒരേ സമയത്ത് തന്നെ ആഡ് ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ ഓക്കെ അടിച്ചതിന് ശേഷം വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം. അതിനുശേഷം ഇവിടെ താഴെയായിട്ട് ഇമ്പോർട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. നമ്മൾ വീഡിയോസും കാര്യങ്ങളും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഇൻ്റർഫേസിലേക്കാരും വരിക. നിങ്ങൾക്ക് ഇവിടെ ടൈം ലൈനിൽ കാണാൻ സാധിക്കും നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. നമ്മൾ വീഡിയോ ആഡ് ചെയ്തതും കാര്യങ്ങളൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഈ ടൈം ലൈനും കാര്യങ്ങളൊക്കെ ഫുള്ളായിട്ട് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ സൂം ഔട്ട് ചെയ്യാനും സൂം ഇൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം വ്യക്തത വേണോ അതിനനുസരിച്ച് നിങ്ങൾക്ക് സൂം ഇൻ ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് സൂം ഔട്ട് ചെയ്യാനും സാധിക്കും. ഇവിടെ താഴെയായിട്ട് ഡ്രിം ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ മ്യൂസിക് ഓപ്ഷൻ ഉണ്ട്, ടൈറ്റിൽസ്, സ്റ്റിക്കേഴ്സ്, ഫിൽറ്റേഴ്സ്, എഫക്റ്റുകൾ, അഡ്ജസ്റ്റ്മെൻറ്റ്സ്, നമുക്ക് കളറും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനും പിന്നെ ക്യാൻവാസ് സെലക്ട് ചെയ്യാനും ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോസിനെ ഏത് തരത്തിലും തന്നെ വേണമെങ്കിലും മാറ്റാൻ സാധിക്കും. അപ്പോൾ ഇവിടെ ഡ്രിം എന്നുള്ള ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ ഡ്രിം ചെയ്യാം. എത്ര പോർഷൻ വരെ വേണോ അത് നിങ്ങൾക്ക് ഇവിടെ കട്ട് ചെയ്യാം. ഇനി താഴ്ഭാഗത്ത് ഡ്രിം എന്നുള്ള ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്പ്ലിറ്റ് ഉണ്ട്, കോപ്പി ഉണ്ട്, ഡിലീറ്റ് ഉണ്ട്, ഇതിൻ്റെ വോളിയം വേണമെങ്കിൽ നമുക്ക് കുറക്കാനും കൂട്ടാനും സാധിക്കും. മ്യൂട്ട് ചെയ്യണമെങ്കിൽ മ്യൂട്ട് ചെയ്യാം, റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ റൊട്ടേറ്റ് ചെയ്യാം. നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് റൊട്ടേറ്റും കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കും. വീഡിയോനെ എങ്ങനെ വേണമെങ്കിലും മാറ്റിമറിക്കാം. അപ്പോൾ നമുക്ക് ഓരോ പോർഷനാണ് ഇതിൻ്റെ കട്ട്
ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ സ്പ്ലിറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടില്ലേ സെപ്പറേറ്റ് ആയി. നമുക്ക് എവിടെയാണോ വേണ്ടത് അതിങ്ങനെ ജസ്റ്റ് സൂം ഔട്ട് ചെയ്തിട്ട് കറക്റ്റ് ചെയ്തിട്ട് ഇവിടെ സ്പ്ലിറ്റ് എന്നുള്ള ജസ്റ്റ് ആ വീഡിയോ സെലക്ട് ചെയ്യുക, എന്നിട്ട് സ്പ്ലിറ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് കട്ടായി. അത്രയും സിമ്പിളായിട്ട് ചെയ്യാവുന്നുള്ളൂ. ഇനി നമ്മൾ നേരെ ബാക്കോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ മ്യൂസിക് ആഡ് ചെയ്യാൻ പല സമയത്തും നമുക്ക് മ്യൂസിക്കും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടായിരിക്കും നമ്മുടെ യൂട്യൂബ് വീഡിയോസ് ആയാലും അല്ലെങ്കിൽ മറ്റുള്ള പ്ലാറ്റ്ഫോം വീഡിയോസൊക്കെ ആയാലും നമ്മൾ മേക്ക് ചെയ്യുന്നത്. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൊടുക്കാറുണ്ട്, അല്ലെങ്കിൽ സാധാരണ നമ്മൾ എന്തെങ്കിലും മ്യൂസിക് ആഡ് ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ മ്യൂസിക് എന്നുള്ളത് സെലക്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെ ഫീച്ചേർഡ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അതായത് അവർ തന്നെ ഒരുപാട് മ്യൂസിക്കുകൾ നമുക്കിവിടെ ഇൻബിൽഡ് ആയിട്ട് തന്നെ തരുന്നുണ്ട്. ജസ്റ്റ് ഈ പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ മ്യൂസിക് ഇവിടെ ആഡ് ആയി. അപ്പോൾ നമുക്ക് നമ്മുടെ ടൈം ലൈൻസിൽ കാണാൻ സാധിക്കും എവിടെ വരെയാണ് നമുക്ക് കൊടുക്കേണ്ടത് എന്നുള്ളതൊക്കെ ഇവിടെ സെലക്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ജസ്റ്റ് വേണമെങ്കിൽ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇനി നമുക്കിതൊരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആയിട്ടാണ് കൊടുക്കേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട നേരെ താഴെ ഭാഗത്ത് വന്നിട്ട് വോളിയോ നമുക്ക് വേണമെങ്കിൽ എത്രയാണോ സൗണ്ട് കുറച്ച് വെക്കണം, അങ്ങനെ കുറയ്ക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ ഫെയ്ഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ആദ്യം മ്യൂസിക് വളരെ സൗണ്ട് കുറഞ്ഞ് വന്നിട്ട് പിന്നെ ഫെയ്ഡ് ഔട്ടിലേക്ക് പോകുന്ന രീതിയിലൊക്കെ നമുക്കിവിടെ സെക്കൻഡ്സുകൾ സെലക്ട് ചെയ്തിട്ട് സെറ്റ് ചെയ്യാൻ സാധിക്കും. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഗാലറിയുള്ള മ്യൂസിക്കും കാര്യങ്ങളൊക്കെ നമുക്ക് ആഡ് ചെയ്യണമെങ്കിൽ മൈ മ്യൂസിക് എന്നുള്ളതിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെട്ട മ്യൂസിക് ഏതെങ്കിലും നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് എടുക്കാവുന്നതാണ്. പിന്നെ ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, നമുക്ക് എഫക്റ്റുകൾ ഇതിൽ അവൈലബിൾ ആണ്. ഇപ്പോൾ നമുക്ക് ഗ്ലിച്ച് എഫക്റ്റ് വേണ്ടി വരും, അതുപോലെ തന്നെ നമുക്ക് വുഷ് എഫക്റ്റ് വേണ്ടി വരും, അതുപോലെ നമുക്ക് പല രീതിയിലുള്ള സൗണ്ട് എഫക്റ്റുകൾ നമ്മുടെ വീഡിയോസിന് കൊടുക്കാറുണ്ട് അല്ലേ. നമ്മുടെ വീഡിയോസിൽ തന്നെ പലതും നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള എഫക്റ്റുകളൊക്കെ ഓൾറെഡി ഇവർ ഇൻബിൽഡ് ആയിട്ട് തരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്ന് നേരത്തെ കാണിച്ച പോലെ തന്നെ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും. അത് നമുക്ക് പ്ലേ ചെയ്ത് നോക്കാനും അതുപോലെ അത് ആഡ് ചെയ്തിട്ട് നമുക്ക് എവിടെയാണോ ആ പോർഷൻ വേണ്ടത് ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ ഏത് ഭാഗത്താണ് വേണ്ടതെന്ന് വെച്ച് നമുക്ക് അവിടെ കൊണ്ടുവെക്കാൻ സാധിക്കും. ഇതുപോലെ വളരെ ഈസി ആയിട്ട് തന്നെ ഇതിനെക്കുറിച്ച് വലിയ അറിവോ കാര്യങ്ങളോ അല്ലെങ്കിൽ വലിയ ട്യൂട്ടോറിയൽസോ കാണാത്ത ആൾക്കും നേരെ തന്നെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ സിമ്പിളായിട്ട് ചെയ്യാവുന്നുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ടെക്സ്റ്റ് എങ്ങനെ ആഡ് ചെയ്യാമെന്ന് നോക്കാം. ഇതിൽ താഴെയായിട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നോക്കാനുണ്ട്. അപ്പോൾ ടെക്സ്റ്റും കാര്യങ്ങളും എങ്ങനെ ആഡ് ചെയ്യാം, അതുപോലെ ആനിമേഷൻസ് എങ്ങനെ ആഡ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ടെക്സ്റ്റ് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് എഫക്റ്റുകളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് നമുക്ക് ടെക്സ്റ്റ് കൊടുക്കാൻ സാധിക്കും. ഫോണ്ട് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഫോണ്ടും കാര്യങ്ങളൊക്കെ ഏത് തരത്തിൽ വേണമെങ്കിലും മാറ്റാം. ഒരുപാട് ഫോണ്ടുകളും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് ഇതിൽ ആനിമേഷൻസ് കൊടുക്കണമെങ്കിൽ കണ്ടില്ലേ ഒരുപാട് ആനിമേഷൻസ് നമുക്ക് അവൈലബിൾ ആണ്. പല തരത്തിൽ നമുക്ക് മൂവ് ചെയ്യുന്ന തരത്തിലും എങ്ങനെ വേണമെങ്കിലും നമുക്ക് ആ ഒരു ടെക്സ്റ്റിനെ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇത്രയും ഓപ്ഷൻസ് ഉണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ബാക്കോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ സ്റ്റിക്കേഴ്സ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതൊരു പ്രധാനപ്പെട്ട ഒരു സംഭവം തന്നെയാണ്. പലരും ലൈക്കിൻ്റെ ഈ ബട്ടൺ എങ്ങനെയാണ് കൊടുക്കുന്നത്, സബ്സ്ക്രൈബ് ബട്ടൺ എങ്ങനെയാണ് കൊടുക്കുന്നതെന്നൊക്കെ ചോദിക്കാറുണ്ട്. നമ്മുടെ മൊബൈൽ ഫോണിൽ തന്നെ ചെയ്യാവുന്നുള്ളൂ. ഇപ്പോൾ നമുക്കൊരു സബ്സ്ക്രൈബ് ബട്ടൺ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റിക്കർ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ആനിമേറ്റഡ് ആയിട്ടുള്ള സ്റ്റിക്കറാണ്. നമുക്ക് കണ്ടില്ലേ ഇവിടെ സൈസ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ആ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു, ലൈക്ക് ചെയ്യുന്നു, നോട്ടിഫിക്കേഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നൊക്കെ ഇതിൽ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നുണ്ട്. വേണമെങ്കിൽ വേറെ പ്രീസെറ്റും കാര്യങ്ങളൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ സ്റ്റോർ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരുപാട് സ്റ്റോറിൽ ഒരുപാട് സ്റ്റിക്കേഴ്സും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ആനിമേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അതിൽ പേയ്മെൻറ്റ് കൊടുത്തിട്ടുള്ളതുകൊണ്ട്, അതുപോലെ തന്നെ താഴേക്ക് പോവുകയാണെങ്കിൽ ഫ്രീ ആയിട്ടുള്ളതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഫ്രീ ആയിട്ടുള്ള ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചെയ്യാം. അതുപോലെ തന്നെ വേണമെങ്കിൽ നമുക്ക് ഈ ഒരു പാക്കുകളൊക്കെ അഡീഷണൽ ആയിട്ട് നല്ല പ്രൊഫഷണൽ ആയിട്ട് നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് പേയ്മെൻറ്റ് കൊടുത്തുകൊണ്ടും ഇങ്ങനെ വാങ്ങിക്കാൻ സാധിക്കും. ഇതുപോലെ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ബാക്കോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഫിൽറ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ. നമ്മുടെ വീഡിയോനെ ഏത് തരത്തിൽ നമുക്ക് എഫക്റ്റീവായിട്ട് എടുക്കണമെങ്കിൽ അതിൻ്റെ കളറിംഗ് ആണ്. നമുക്ക് ഫിൽറ്റർ ചെയ്യാം. നമുക്ക് വേണമെങ്കിൽ ഇതേപോലെ പ്രീസെറ്റുകൾ ഫ്രീ ആയിട്ടുള്ളതുണ്ട്, പെയ്ഡ് ആയിട്ടുള്ളതുണ്ട്. അപ്പോൾ നമുക്കിവിടെ ഏതാണോ വേണ്ടതെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യാൻ സാധിക്കും. അങ്ങനെ ഒരു വീഡിയോക്ക് വേണ്ട എല്ലാ കാര്യങ്ങളുണ്ട്. ഇനി എഫക്റ്റുകൾ നമുക്ക് ആഡ് ചെയ്യാൻ സാധിക്കും. ആ വീഡിയോക്ക് എന്ത് എഫക്റ്റ് ആണോ വേണ്ടത് അത് നമുക്ക് ഇവിടുന്ന് തന്നെ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്തതിനു ശേഷം ടിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഭാഗം മാത്രം ഒരു ഷെയ്ക്കി ആയിട്ട് അല്ലെങ്കിൽ ഏത് മോഡലാണോ നമ്മൾ കൊടുക്കുന്നത് അതിനനുസരിച്ച് കാണാൻ സാധിക്കും. ഇനി ബാക്കോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് പലതരത്തിലും നമുക്ക് പല സോഷ്യൽ മീഡിയാസിലും അപ്ലോഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്കിവിടെ ഫോർമാറ്റ് അതിൻ്റെ കാര്യങ്ങൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. നമുക്ക് ഇൻസ്റ്റഗ്രാമിലേക്കാണെങ്കിൽ അതിൻ്റെ സൈസിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. എന്നിട്ട് ഇവിടെ വേണമെങ്കിൽ നമുക്ക് സൂം ഔട്ട് ചെയ്യാനും അതുപോലെ സൈസ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് കണ്ടില്ലേ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇതാക്കി കഴിഞ്ഞാൽ നമുക്കത് സൂം ഔട്ട് ആകുന്നതാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ഇൻസ്റ്റഗ്രാമിലേക്ക് പല വേർഷനിൽ യൂട്യൂബിലേക്കാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ വേർഷനിൽ നമുക്ക് അങ്ങനെ സെറ്റ് ചെയ്തിട്ട് ഉണ്ടല്ലേ ആ ഒരു യൂട്യൂബ് വേർഷനിലേക്ക് ഇത് നിങ്ങളുടെ വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ എക്സ്പോർട്ട് ചെയ്യാനായിട്ട് ആ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സ്പോർട്ട് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് 360 അതുപോലെ തന്നെ 480 അതുപോലെ 720 എന്നുള്ള ഈ ക്ലിയറിലൊക്കെ ഫ്രീ ആയിട്ട് തന്നെ എക്സ്പോർട്ട് ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് നല്ല ഹൈ ക്വാളിറ്റിയിൽ എക്സ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ പെയ്ഡ് വേർഷൻ വാങ്ങിക്കാനാണ് പ്രോ വേർഷൻ. നിങ്ങൾക്ക് ജസ്റ്റ് ഒരു 270 രൂപ
കൊടുത്തു കഴിഞ്ഞാൽ ഹൈ ക്വാളിറ്റിയിൽ HD നിങ്ങൾക്ക് എക്സ്പോർട്ട് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഇത് പെർമനൻ്റ് ആയിട്ട് ഇതിൻ്റെ വാട്ടർമാർക്കും കാര്യങ്ങളൊക്കെ വെറും 410 രൂപ കൊടുത്തു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് റിമൂവ് ചെയ്തിട്ട് സിമ്പിളായിട്ട് തന്നെ എക്സ്പോർട്ട് ചെയ്യാവുന്നതാണ്. ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് എക്സ്പോർട്ട് ചെയ്യാം. അത് നിങ്ങൾക്ക് വാട്ടർമാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നതാണ്. നിങ്ങൾ സ്ഥിരമായിട്ട് നിങ്ങളുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു പേയ്മെൻറ്റ്, ചെറിയൊരു പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈലിൽ നിന്ന് തന്നെ എഡിറ്റ് ചെയ്യാൻ സാധിക്കും. നമ്മുടെ ഒരു മൊബൈൽ ഫോൺ വെച്ചുകൊണ്ട് ഇത്രയും കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ FilmoraGoയുടെ ബേസിക് ആയിട്ടുള്ള കുറച്ച് ഫീച്ചേഴ്സും കാര്യങ്ങളും അതുപോലെ തന്നെ ഇൻ്റർഫേസും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെട്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പാർട്ട് 2ഉം പാർട്ട് 3ഉം പാർട്ട് 4 ഒക്കെ ആയിട്ട് വേണമെങ്കിൽ നമുക്ക് വീഡിയോ ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ അഭിപ്രായങ്ങളും കാര്യങ്ങളും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങളുടെ ലൈക്കിനൊക്കെ അനുസരിച്ചായിരിക്കും, നിങ്ങളുടെ അഭിപ്രായത്തിനൊക്കെ അനുസരിച്ചായിരിക്കും നമ്മൾ അടുത്ത വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. FilmoraGoയുടെ ഡൗൺലോഡ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക, നേരെ ഇൻസ്റ്റാൾ ചെയ്യുക. ഇനി മുതൽ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലിയിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.